നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസിന്റെ സെഷനിലേക്ക് സ്വാഗതം. സുഖം ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലാണ്. മെയിൻ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രോത്ത് മാനിയ ക്യാൻ ബി ഇഞ്ചുറിയസ് ടു സൊസൈറ്റി എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളുടെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിളകത്ത് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എൻ്റെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, എസ്പെഷ്യലി ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഗ്രോത്ത്. കാരണം ഇപ്പോൾ നമ്മൾ റീസെന്റ് വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ DNA ക്ലാസ്സുകളിലൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിൽ തന്നെ ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമിയാണ്. നമ്മുടെ നോമിനൽ GDP ടേംസിൽ നോക്കുമ്പോഴേക്കും ഇന്ത്യ ഇസ് ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്. റീസെന്റ് ആണ് നമ്മൾ UK ഓവർടേക്ക് ചെയ്ത് ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നും ഈ പറഞ്ഞ പോലെ ഇപ്പം ഇന്ത്യ നിലവിൽ ഈ പറഞ്ഞ പോലെ ഫോർത്ത് ലാർജസ്റ്റും അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തേർഡ് ലാർജസ്റ്റ് ഒക്കെ ആകാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇന്ത്യയുടെ ഒരു എക്കണോമിക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ഇത്തരത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത് വിറ്റ്നസ് ചെയ്യുമ്പോഴും ഇന്ത്യയുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രോത്തിനകത്ത് ഒരുപാട് ഇൻഇക്വാളിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ റിച്ചും പൂറും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ല ഇവർക്കിടയിൽ കാണുന്നത്. ഒരു ഇൻഇക്വാളിറ്റീസ്, ഒരു റൈസിംഗ് ഇൻഇക്വാളിറ്റീസ് ഇന്ത്യയുടെ എക്കണോമിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ആംഗിളിലാണ് ഈ ഒരു ആർട്ടിക്കിൾ എൻ്റെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ് ഈ പറഞ്ഞ പോലെ ഉണ്ടായ നമ്മുടെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഡിസ്കഷൻ മീറ്റിംഗിൽ വെച്ചിട്ടായിരുന്നു. 53rd എഡിഷൻ ഓഫ് വേൾഡ് എക്കണോമിക് ഫോറം സമ്മിറ്റ് റീസെന്റ് സ്വിറ്റ്സർലാൻഡിൽ ദാവോസിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ 36th ആനിവേഴ്സറി ആയിരുന്നു. ഈ ഒരു വേൾഡ് എക്കണോമിക് ഫോറമായിട്ടുള്ള ഇന്ത്യയുടെ അസോസിയേഷന്റെ 36th ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹൈ ലെവൽ ഡെലിഗേഷൻ ആയിരുന്നു ഇന്ത്യയിൽ നിന്നും അവിടെ മീറ്റിംഗിന് പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ നടക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു എന്താ പറയുക ഒരു സ്ട്രെങ്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു ഡിസ്കഷനിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ചലഞ്ചസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കുറച്ചും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ എക്കണോമി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു ആർട്ടിക്കിൾ എൻ്റയർലി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെ സ്ട്രെങ്തിനെ കുറിച്ചൊക്കെയാണല്ലോ ഫോക്കസ് ചെയ്ത കുറച്ച് ഏരിയാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമി ആണെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു മീറ്റിംഗിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്യപ്പെട്ടത് ഇന്ത്യയുടെ വളർന്നു വരുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ്. എസ്പെഷ്യലി നമ്മുടെ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ലാൻഡ്സ്കേപ്പും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യയും. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, അതായത് വർക്കിംഗ് പോപ്പുലേഷൻ, ആ ഒരു 15 മുതൽ 64 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിന്റെ ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതലുള്ളത് ആ ഒരു ഇന്ത്യയിൽ തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഓപ്പർച്യൂണിറ്റി, അതേപോലെ തന്നെ റൈസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയായിരുന്നു നമ്മൾ ആ ഒരു വേദിയിൽ വെച്ചിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഡിസ്കഷൻ വന്ന ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ആ ഒരു വേദിയിൽ വെച്ചിട്ട് മിക്ക രാജ്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പൊക്കെ ആണെങ്കിലും ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്തിനെ പുകഴ്ത്തിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ COVID-19 ക്രൈസിസ് ആയിരുന്നു. എസ്പെഷ്യലി നമ്മൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. COVID-19 ഒരു വലിയൊരു ഈ പറഞ്ഞ പോലെ ചലഞ്ചാണ് ലോകമെമ്പാടുള്ള എക്കണോമിക്സിനെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അതേ സമയത്ത് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഒരു ഡിസീസ്, ഒരു പാൻഡമിക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരുപാട് ജനങ്ങളെ അറ്റ് എ ടൈം ബാധിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അത് നമ്മുടെ എക്കണോമിയെ സാരമായിട്ടും ഈ പറഞ്ഞ പോലെ അഫക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു COVID-19 ക്രൈസിസിൽ നിന്നും രക്ഷപ്പെട്ട് നേടാനായിട്ട് ഈ പറഞ്ഞ പോലെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ എക്കണോമിസ്റ്റുകളിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ശ്രമമായിട്ടും ആ ഒരു മീറ്റിംഗിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇപ്പം നിലവിൽ പറയുവാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് മാറാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മിക്ക ഏജൻസികളും ഇപ്പോൾ വേൾഡ് ബാങ്ക് ആയാലും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഗ്രോത്ത് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ 2022-23 കാലഘട്ടത്തിന്റെ വെച്ച് നോക്കുമ്പോഴേക്കും 6.9% ആയിരുന്നു ഈ പറഞ്ഞ പോലെ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഓൾറെഡി അത് അതിന് മുമ്പത്തെ ഫിനാൻഷ്യൽ 21-22 നോക്കുവാണെങ്കിൽ 8.7% ആയിരുന്നു ഗ്രോത്ത് പ്രെഡിക്ട് ചെയ്തത്. അതിൽ നിന്നും കുറച്ച് താഴേക്കാണ് പ്രെഡിക്ട് ചെയ്യപ്പെട്ടത്. അതിന്റെ കാരണം മറ്റൊന്നും ആയിരുന്നില്ല, കോവിഡിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട് മൂലമാണ് ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് താഴേക്ക് പ്രെഡിക്ട് ചെയ്തത്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഈ 6.9% എന്ന് പറയുവാണെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ 22-23 ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ലോകത്തിലെ ഡെവലപ്ഡ് എക്കണോമിക്സ്, മിക്ക ഡെവലപ്ഡ് എക്കണോമിക്സിന്റെയും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രോത്ത് സ്റ്റേജ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ദിസ് വാസ് സംഹൗ ബെറ്റർ വൺ. ഓക്കെ, ഇതൊരു വലിയൊരു അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പെർസെന്റേജ് ആയിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 8.7 നിന്നും താഴേക്ക് പോയി അതൊരു മോശമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിട്ടല്ല വിലയിരുത്തപ്പെട്ടത്. ലോകത്തിലെ ആ ഒരു ടൈം പീരിയഡിൽ മിക്ക ഡെവലപ്ഡ് എക്കണോമിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് വാസ് എ ബെറ്റർ ഗ്രോത്ത് റേറ്റ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ടാണ് ഇതിനെ സം പ്രൊമിനന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് എന്ന രീതിയിലേക്ക് വിറ്റ്നസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെ ഇന്ത്യ ഈ പറഞ്ഞ പോലെ അവിടെ ആ ഒരു വേദിയിൽ വെച്ചിട്ട് അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇന്ത്യ അറ്റ് 100 എന്നുള്ളത്. മെയിൻലി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. കാരണം 2047 ആകുമ്പോഴേക്കും 2047 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ 100ാം സ്വാതന്ത്ര്യ വാർഷികമാണ് ആഘോഷിക്കുന്നത്.
ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. സോ ഈ ഒരു ടൈം പീരീഡ് ആകുമ്പോഴേക്കും ഇന്ത്യൻ എക്കണോമിക്ക് $26 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറാൻ കഴിയണം, അതിൻ്റെ ഉള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് ഒരു റിപ്പോർട്ട് നമ്മൾ ആ വേദിയിൽ വെച്ചിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി $26 ട്രില്യൺ എക്കണോമി ആയിട്ടല്ല നമ്മൾ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്ന റീസെന്റ് പറഞ്ഞ ഇന്ത്യ വിഷൻ 2047 എന്നുള്ള ഒരു പ്ലാൻ ഒക്കെ തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലാനിനകത്ത് $30 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറണമെന്നും, അതേപോലെ 2047 ആകുമ്പോഴേക്കാണ് $30 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറണമെന്നും, തേർഡ് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ആയിട്ട് മാറണമെന്നുള്ളതൊക്കെയാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. സോ ആക്ച്വലി ഇപ്പൊ നമ്മൾ ജസ്റ്റ് പ്രൊഡിക്ട് ചെയ്യുന്ന പ്രൊജക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ $26 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറണം എന്നുള്ളത്. അത് ഇന്ത്യ അറ്റ് 100 റിയലൈസിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് $26 ട്രില്യൺ എക്കണോമി എന്നുള്ള റിപ്പോർട്ടാണ് ഇന്ത്യ ആ ഒരു വേദിയിൽ വെച്ചിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ഈ പറഞ്ഞ പോലെ ആ ഒരു പൊട്ടൻഷ്യൽ തീർച്ചയായിട്ടും ഇന്ത്യക്കുണ്ട്. കാരണം അതിനുള്ള എല്ലാവിധ അവസരങ്ങളും ഇന്ത്യക്കുണ്ട്, അല്ലെങ്കിൽ എല്ലാവിധ ഇൻപുട്സും ഇന്ത്യക്ക് നിലവിലുണ്ട്. ആ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആയാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ റോ മെറ്റീരിയൽസിന്റെ ഒക്കെ അവൈലബിലിറ്റി ആണെങ്കിലും, ചീപ്പ് ലേബർ, ഇതെല്ലാം തന്നെ നോക്കുവാണെങ്കിൽ എല്ലാ അവസരങ്ങളും ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു 2047 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആയിട്ടോ അല്ലെങ്കിൽ $26 ട്രില്യൺ എക്കണോമി ആയിട്ടോ ഒക്കെ തന്നെ മാറാനായിട്ടുള്ള ഒരു സാധ്യത ഇന്ത്യക്ക് മുന്നിലുണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ ഇന്ത്യക്ക് മുന്നിലുണ്ട്. ആ ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ ആ ഒരു വേദിയിൽ വെച്ചിട്ട്, വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്ന ഒരു വേദിയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇന്ത്യ ആണെങ്കിൽ പ്രൊജക്ട് ചെയ്തത് ഈ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടത് ഇന്ത്യയിലേക്കാണ്. കാരണം ബെറ്റർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് മെഷേഴ്സ് ഒക്കെ തന്നെ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഇന്ത്യക്ക് പ്രൊജക്ട് ചെയ്യാനായിട്ടും സാഹചര്യം ഉണ്ടായിരുന്നു. സോ എന്തായാലും ഇത് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ എക്കണോമിയിൽ നിലനിൽക്കുന്ന കുറച്ച് ചലഞ്ചസിന്റെ പോയിന്റ്. ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ ഒരുപാട് പൊട്ടൻഷ്യൽ ഇന്ത്യക്കുണ്ട്. അറ്റ് ദ സെയിം ടൈം ദർ ആർ സെവറൽ ചലഞ്ചസ് എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് ഗ്രോവിംഗ് ഇൻഇക്വാളിറ്റി ഇൻ അവർ എക്കണോമി. നമ്മുടെ എക്കണോമിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഇക്വാളിറ്റിയുടെ അളവ്. ഇത് നമ്മൾ റീസെന്റ് ഈ പറഞ്ഞ പോലെ ഗിനി കോഎഫിഷ്യന്റ് ഒക്കെ ഡേറ്റ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ DNA ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റൈസിംഗ് ഇൻഇക്വാളിറ്റി, എക്കണോമിക് ലെവലിലെ ഇൻഇക്വാളിറ്റീസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഗിനി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. റേഷ്യോ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നോക്കുവാണെങ്കിലും ഇന്ത്യയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വലിയൊരു നല്ലൊരു പൊസിഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മിഡിൽ പോയിന്റിലേക്കാണ് നിൽക്കുന്നത്. 0.4 സംതിങ് ആ ഒരു റേഞ്ചിലാണ് ഗിനി കോഎഫിഷ്യനിൽ ഇന്ത്യയിലെ പോയിന്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഇക്വാളിറ്റീസ് ഇന്ത്യൻ എക്കണോമിയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദർ ആർ സ്റ്റിൽ ഗ്രോവിംഗ് ഇൻഇക്വാളിറ്റീസ് ഇൻ അവർ എക്കണോമി, ആൻഡ് ഇറ്റ് ഹാസ് ബൈ നൗ റീച്ച് ലെവൽസ് ദാറ്റ് മേക്ക് ഇന്ത്യ വൺ ഓഫ് ദ മോർ അൺഈക്വൽ സൊസൈറ്റീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം മൂലമാണ് ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും ലോകത്തിൽ ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ മോസ്റ്റ് അൺഈക്വൽ സൊസൈറ്റീസ് എന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ എക്കണോമി മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് ഒരു ചലഞ്ച് വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റാണ് നമ്മുടെ വർക്കേഴ്സിന്റെ ഒക്കെയാണല്ലോ വേജസിന്റെ ഡേറ്റ ലേബർ ബ്യൂറോ റിലീസ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഈ ഡേറ്റയ്ക്കകത്തൊന്നും തന്നെ വുമൺ വർക്കേഴ്സിന്റെ ഡേറ്റ പബ്ലിഷ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും ഒരു പോരായ്മ തന്നെയാണ്. കാരണം വുമൺ വർക്കേഴ്സ് ഒരുപാട് അധികം ഈ പറഞ്ഞ പോലെ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ എക്കണോമിക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഗ്രാമീണ മേഖലയിൽ, റൂറൽ ഏരിയാസിൽ ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ സെക്ടറിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫീമെയിൽ വർക്കേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ വേജസ് സംബന്ധിച്ച ഡേറ്റാസ് ലേബർ മിനിസ്ട്രി ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് വിടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻജസ്റ്റിസ് എന്നുള്ളൊരു പോയിന്റിലേക്കും നമുക്ക് ചലഞ്ചസ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 2014 തൊട്ട് 2023 വരെ ഇവർ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ എക്കണോമിയുടെ റിയൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ ആസ് എൻ ഇൻഡിവിജ്വൽ ഏൺ ചെയ്യുന്ന ഒരു ഇൻകമാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുകയാണെങ്കിൽ. ടോട്ടൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി ആണ് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം ഈൽഡ് ചെയ്ത് നൽകുന്നത്. ഇവിടെ റിയൽ പെർ ക്യാപിറ്റ ഇൻകം എന്നും നമുക്ക് നോമിനൽ പെർ ക്യാപിറ്റ ഇൻകം എന്നും രണ്ട് രീതിയിൽ പെർ ക്യാപിറ്റ ഇൻകത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് നോമിനൽ GDP, റിയൽ GDP എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇൻഫ്ലേഷനെ ആഡ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന GDP ആണ് നോമിനൽ GDP. അതേ സ്ഥാനത്ത് ഇൻഫ്ലേഷനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് GDP ആണ് റിയൽ GDP. ഇവിടെ അതുപോലെ തന്നെയാണ് ഇൻഫ്ലേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയേണ്ടി വരും റിയൽ പെർ ക്യാപിറ്റ ഇൻകം, അല്ലെങ്കിൽ റിയൽ വേജസ് ഓഫ് ദി വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ആണ്. യഥാർത്ഥമായിട്ടും അവർ വരുമാനത്തിന് വർധനവ് വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ഈ റിയൽ പെർ ക്യാപിറ്റ ഇൻകത്തിലൂടെ. സോ അത്തരത്തിൽ ഈ ഒരു 2014 തൊട്ട് 23 വരെയുള്ള ആ ഒരു 10-year ടൈം പീരീഡിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ റിയൽ പെർ ക്യാപിറ്റ ഇൻകം ഹാസ് ഇൻക്രീസ്ഡ് ബൈ 37%, 37% കണ്ടിട്ട് വർധനവ് വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രാമീണ മേഖലയിൽ, എസ്പെഷ്യലി അഗ്രികൾച്ചർ മേഖലയിലെ ലേബേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു റിയൽ പെർ ക്യാപിറ്റ ഇൻകം അഥവാ റിയൽ വേജസിന്റെ കാര്യത്തിൽ ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ ലെസ് ദാൻ 5%. നോക്കി ആ ഒരു ഗ്യാപ്പ് കണ്ടോ. നമ്മുടെ ഇന്ത്യയുടെ ഓൾ ഓവർ ആംഗിൾ നോക്കുവാണെങ്കിൽ 37% ഇൻക്രീസ് വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ത്യയിലെ അഗ്രികൾച്ചർ മേഖലയിൽ മാത്രം കാണുന്ന ആ ഒരു ഇൻക്രീസ് എത്ര മാത്രമാണ്? 5% മാത്രമാണ്. ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ എത്രത്തോളം ഇൻഇക്വാലിറ്റീസ്, റൂറൽ അർബൻ മേഖലകൾ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ നോൺ അഗ്രികൾച്ചർ ലേബേഴ്സ് സംബന്ധിച്ച് എത്രത്തോളം ആ ഒരു ഗ്യാപ്പ്, ഇൻകത്തിന്റെ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള പോയിന്റും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് സ്റ്റിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഗ്രോവിംഗ് ഇൻഇക്വാലിറ്റി ഉണ്ട് എന്നുള്ള പോയിന്റിലേക്ക് ഈ ഒരു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ടും ആ ഒരു ആസ് പെർ ദ ആർട്ടിക്കിൾ, ഗിവൺ ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്നാലും
ഈ ഒരു ആർട്ടിക്കിളിന് പുറത്തേക്ക് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാരണം പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടുകളെ കുറിച്ചിട്ട്. സോ ഇവിടെ വേൾഡ് എക്കണോമിക് ഫോറം റിലീസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിപ്പോർട്ടുകൾ നമുക്ക് നോക്കിയിരിക്കാം. ഒന്നാമത്താണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, രണ്ടാമത് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് റിപ്പോർട്ട്, തേർഡ് വൺ ഈസ് ഗ്ലോബൽ IT റിപ്പോർട്ട്. ഈ ഗ്ലോബൽ IT റിപ്പോർട്ടും വേൾഡ് എക്കണോമിക് ഫോറം തന്നെയല്ല റിലീസ് ചെയ്യുന്നത്, എലോങ് വിത്ത് ഇൻസീഡ് ആൻഡ് കോർണൽ യൂണിവേഴ്സിറ്റിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് ഗ്ലോബൽ IT റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്, പലതവണ നമ്മൾ DNA ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, ഒരുപാട് ഈ പറഞ്ഞ പോലെ റെലവെന്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ വേൾഡ് എക്കണോമിക് ഫോറം. ദെൻ ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ആര് തന്നെയാണ്? വേൾഡ് എക്കണോമിക് ഫോറമാണ്. എന്തിനാണ് ഈ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത് ഇങ്ങനെ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മോഡൽ ഒരു UPSCയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. 2017 UPSC ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ചോദ്യം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് റാങ്കിംഗ് ടു കൺട്രീസ് ഓഫ് ദ വേൾഡ്? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് അല്ലെങ്കിൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഓപ്ഷൻ എ വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് മാറുന്നത്. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒരു ഗ്ലിംസ് വെക്കുന്ന ഒരു ജസ്റ്റ് ഒരു ഓടിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഓരോ ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ അത് എങ്ങനെ വായിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടാൻ അത് സഹായിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. രണ്ടാമത്തെ എഡിറ്റോറിയൽ പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. രണ്ടാമത്തതാണ് പോപ്പുലിസം ഡസ് നോട്ട് ഹെൽപ്പ് പബ്ലിക് ഹെൽത്ത് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന പബ്ലിക് ഹെൽത്ത് അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പരമായുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-നകത്തായിരിക്കും ഈ ഒരു ആർട്ടിക്കിളിനെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ അത് പറയുന്നത് വേറൊന്നുമില്ല, നമ്മൾ പലപ്പോഴും ഇനിയിപ്പം ഈ വർഷം എസ്പെഷ്യലി ഇലക്ഷൻ വർഷമാണ്, ലോക്സഭ ഇലക്ഷൻസ് ഒക്കെ നടക്കാൻ പോകുന്ന വർഷം കൂടെ ആയതുകൊണ്ടാകാം ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ഒരുപക്ഷെ. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഇലക്ഷൻ വർഷങ്ങളൊക്കെ വരുമ്പോഴേക്കും ഒരുപാടധികം വാഗ്ദാനങ്ങൾ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടീസിൽ നിന്നും ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ ജനങ്ങൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് പുതിയ ഹോസ്പിറ്റൽസ്, ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് അവിടെ പുതിയ ഹോസ്പിറ്റൽസ് പണിയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരും എന്നൊക്കെ രീതിയിലേക്കുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും പ്രാവർത്തികമാകാറില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഓൺ ടു ദ പേപ്പറിലായിട്ട് മാത്രം ഒതുങ്ങി പോകുന്ന എന്ന രീതിയിലാണ് പലപ്പോഴും വരാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയിൽ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണുള്ളത്. ഓക്കെ, ഒന്നാമത്താണ് പ്രിവെന്റീവ്. ഓക്കെ, പ്രിവെന്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയറും രണ്ടാമത്തെന്ന് പറയുവാണെങ്കിൽ ക്യൂറേറ്റീവ്. ഓക്കെ, ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയറും ഈ പ്രിവെന്റീവ്. ഓക്കെ, പ്രിവെന്റീവ് എന്ന് ആ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസുഖം അല്ലെങ്കിൽ രോഗം വരുന്നതിന് മുമ്പ് തന്നെ അതിനെ ഈ പറഞ്ഞ പോലെ തടയാനായിട്ട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങളെയാണ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. വൺസ് ഈ പറഞ്ഞ പോലെ അസുഖം പിടിപെട്ടതിന് ശേഷം അല്ലെങ്കിൽ അസുഖം ബാധിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനെ ഈ പറഞ്ഞ പോലെ ക്യൂർ ചെയ്യാൻ എടുക്കുന്ന ട്രീറ്റ്മെന്റുകളൊക്കെയാണ്. ഇപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ മെഡിസിൻസ് കഴിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തായാലും ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നേടുക എന്നൊക്കെ പറയുന്നതാണ് ക്യൂറേറ്റീവ് കെയർ എന്ന് പറയുവാണെങ്കിൽ. സോ അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ പ്രിവെന്റീവ് എന്നും വന്നതിന് ശേഷം ചെയ്യുന്ന മാർഗ്ഗങ്ങളെയാണ് ക്യൂറേറ്റീവ് എന്നും പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വാക്സിൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്താ പറയുക കോവിഡ് വാക്സിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇത്തരത്തിൽ ഓരോ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനുകൾ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിവെന്റീവ് കെയറിന്റെ ഭാഗമായിട്ട് വാക്സിൻ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെന്റീവ് കെയറിന്റെ ഭാഗമാണ്. വൺസ് അസുഖം വന്നതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴേക്കുമാണ് എന്തായിട്ട് മാറുന്നത്? ക്യൂറേറ്റീവ് കെയർ ആയിട്ട് മാറുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു രണ്ട് മേഖലകൾ നോക്കുകയാണ്. ഇപ്പോൾ ഈ പ്രിവെന്റീവ് കെയറിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ വാക്സിൻ ഡെവലപ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ കാര്യത്തിന്റെ പ്രസക്തി കയറി വരുന്നത്. ക്യൂറേറ്റീവ് കെയറിന്റെ ഭാഗമായിട്ടാണ് ബേസിക്കലി നമ്മുടെ ഹോസ്പിറ്റൽ കെയർ ട്രീറ്റ്മെന്റുകൾ വരുന്നതും. അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ പല ലെവൽ നോക്കുവാണെങ്കിൽ വേറെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട് അല്ലെ, നമ്മുടെ PHCs, നമ്മുടെയൊക്കെ വീടുകളുടെയൊക്കെ തൊട്ടടുത്തൊക്കെയുള്ള ചെറിയ ഈ പറഞ്ഞ പോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ചെറിയ നമ്മുടെ ചെറിയ ചെറിയ ഡിസീസ് അല്ലെങ്കിൽ പ്രൈമറി കെയർ നൽകുന്ന ഹോസ്പിറ്റൽസ്, പ്രൈമറി PHCs എന്ന് പറയും. അതാണ് പ്രൈമറി കെയർ. ഇനി രണ്ടാമതാണ് സെക്കൻഡറി കെയർ ഉണ്ട്. ദെൻ ടെർഷറി കെയർ എന്ന് പറയുമ്പോഴേക്കും തേർഡ് ഡിഗ്രി ഓർ ടെർഷറി നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജസും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ഇവിടെ വരും. സോ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ഈ മൂന്ന് ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹോസ്പിറ്റൽസിനെയൊക്കെ തന്നെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രിവെന്റീവ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് അവിടെ വരിക. എന്തായാലും ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ വർഷങ്ങളൊക്കെ ആകുമ്പോഴേക്കും റെപ്രസെന്റേറ്റീവ്സ് വാഗ്ദാനങ്ങൾ നടത്താറുണ്ട്. പലപ്പോഴും ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത് പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതും ലാക്ക് ഓഫ് ആക്ഷൻസ് പലപ്പോഴും അതിനകത്ത് വരാതിരിക്കുന്നതും മെയിൻ പ്രശ്നമായിട്ട് മാറാറുണ്ട്. സോ എന്തായാലും ഈ പറഞ്ഞ പോലെ മെനി ഓഫ് ദീസ് മെഷേഴ്സ് ഡു നോട്ട് ഹാവ് മച്ച് ഓഫ് ദി ഇമ്പാക്ട് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ആക്ഷൻ. അതായത് പേപ്പറിൽ മാത്രം ഒതുങ്ങി പോകുന്നു ബിയോണ്ട് പബ്ലിക് അനൗൺസ്മെന്റ്സ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് ഡ്യൂ ടു ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്. അത് പ്രഖ്യാപിക്കും, അതിനുശേഷം ഈ പറഞ്ഞ ബഡ്ജറ്റിലെ തടസ്സങ്ങൾ മൂലം അതൊന്നും പലപ്പോഴും നടപ്പാക്കാൻ പറ്റാതെ പോകുന്ന പ്രശ്നം നമ്മളിവിടെ കാണാറുണ്ട്. സോ എന്തായാലും ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ തന്നെ വിട്ടുപോകുന്നത് ടെൻ ടു ഡൈവേർട്ട് ദർ അറ്റൻഷൻ ഫ്രം ക്രിട്ടിക്കൽ ഏരിയാസ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ആയിട്ടുള്ള സാനിറ്റേഷൻ, ഡിസീസ് സർവൈലൻസ്, പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള പല മേഖലകളും നമ്മൾ വിട്ടുപോകാറുണ്ട്.
ഹോസ്പിറ്റൽസ് പുതിയതായിട്ട് അവിടെ തുടങ്ങും ഇവിടെ തുടങ്ങും എന്ന് പറയുന്നതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അതും വരത്തുമില്ല. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയസ് ആയ സാനിറ്റേഷൻ, ഡിസീസ് സർവൈലൻസ്, പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവിൽ ഈ പറഞ്ഞ പോലെ വിട്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ ഇലക്ഷൻസിനൊക്കെ തന്നെ വേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇവർക്ക് ആവശ്യമുള്ളത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് വേണം അടുത്ത ഇലക്ഷൻസിനാണെങ്കിലും ഇവർക്ക് ഈ പറഞ്ഞ പോലെ വോട്ടുകൾ ചോദിക്കാനായിട്ടുള്ളത്. ബട്ട് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ സാനിറ്റേഷൻ വർക്കുകൾ, ഡിസീസ് സർവൈലൻസ്, പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അൾട്ടിമേറ്റ് റിസൾട്ട് ഈൽഡ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് വർഷങ്ങൾ എടുക്കും. കാരണം അതെല്ലാം ലോങ് ടേം സ്ട്രാറ്റജീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. മേ ബി 10 or 15 ഇയേഴ്സോളം ചിലപ്പോൾ എടുത്തേക്കും ഈ ഒരു കാര്യങ്ങളിൽ അൾട്ടിമേറ്റ് റിസൾട്ട് വരാനായിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇവർക്ക് നെക്സ്റ്റ് ഇലക്ഷൻസിലേക്ക് അത് പ്രൊജക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മൂലമാണ് ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ കൃത്യമായിട്ട് പണിത് വെക്കും. അപ്പോൾ ഈ കെട്ടിടങ്ങൾ പണിയുമ്പോഴേക്കും കൃത്യമായിട്ടും ഈ ഒരു വർഷം തുടങ്ങുവാണെങ്കിൽ മേ ബി അടുത്ത ഇലക്ഷന് മുമ്പാകെ ചിലപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യാം. അതിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിട്ട് അടുത്ത വർഷത്തെ ഈ പറഞ്ഞ വോട്ടും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ഏരിയസിനെ വിട്ടുപോകുന്നു. സാനിറ്റേഷൻ, ഡിസീസ് സർവൈലൻസ്, പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വിട്ടുപോകുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഡിസീസ് ഔട്ട് ബ്രേക്സ് വർദ്ധിക്കാനായിട്ട് ഇടയാക്കും എന്നുള്ള രീതിയിലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ഇതിന് വേണ്ടിയിട്ടൊരു കേസ് സ്റ്റഡി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. കേസ് ഓഫ് ഡെങ്കുവിന്റെ കേസ് സ്റ്റഡി പറയുന്നുണ്ട്. ഡെങ്കു ഈ പറഞ്ഞ പോലെ നമ്മളറിയാം മോസ്കിറ്റോസ് വഴി പറഞ്ഞ പോലെ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഒരു ഡിസീസ് കൂടിയാണ്. മിക്കപ്പോഴും നമ്മുടെ സംസ്ഥാനത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ, ഡെങ്കിപ്പനി പരക്കുന്ന രീതിയിലേക്ക് നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യത്തിലൊരു ഒരു കേസ് സ്റ്റഡിയാണ്. അതായത് ഇത്തരത്തിൽ ഡെങ്ക്യൂസ് പരന്നു കഴിയുമ്പോഴേക്കും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓഫൺ എന്ത് ചെയ്യും? Often they mobilize state machineries to set up immediate relief camps at the expense of such as understanding vector bionomics or developing effective vaccines. അതായത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പടരാൻ തുടങ്ങുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യും? തുടങ്ങി പറഞ്ഞ പോലെ റിലീഫ് ക്യാമ്പുകൾ സെറ്റപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെങ്കു ഈ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ പണിയുന്നു. അങ്ങനെയുള്ള സഡൻ ആക്ഷൻസ് ഒക്കെ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് നേരത്തെ ചെയ്തുകൂടാ എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചോദിക്കുന്നത്. കാരണം ഇതൊക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ മിക്കപ്പോഴും റെയിനി സീസൺ ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇവിടെ പരക്കാറുണ്ടെന്ന് അറിയാവുന്ന ആളുകൾ എന്തുകൊണ്ട് ഇതിനെ തടയാനായിട്ടുള്ള മെക്കാനിസംസ് അല്ലെങ്കിൽ മെഷീനറീസ് നേരത്തെ തന്നെ ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ആർട്ടിക്കിളിനകത്ത് ചോദിക്കുന്നത്. സച്ച് ആസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദീസ് ഏരിയസ് ആർ വെരി ക്രൂഷ്യൽ എന്നുള്ള രീതിയിലേക്കും പറയപ്പെടുന്നുണ്ട്. സോ പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ നമ്മൾ ഡിസീസ് ഒക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഒരു കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ചും അതിനൊരു പ്രധാന കാരണം തന്നെയാണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ചിന് ഒരുപാടധികം ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. നമ്മുടെ എക്കണോമിയിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖലയിലൊക്കെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് എഫക്ട് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിനകത്തും ഇതിന് പ്രാധാന്യമുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനകത്ത് പ്രാധാന്യമുണ്ട്. എസ്പെഷ്യലി ഇസ് ഓൾസോ അഫക്ടിങ് മോസ്കിറ്റോ ബ്രീഡിംഗ്, അതേപോലെ മൂവ്മെന്റ് പാറ്റേൺസ്, മോസ്കിറ്റോസിന്റെ മൂവ്മെന്റ് പാറ്റേൺസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജീസ് നീഡ് ടു അഡോപ്റ്റ് ദിസ് ചേഞ്ചസ്. ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് മനസ്സിൽ വെച്ച് വേണം ഇന്നത്തെ കാലഘട്ടത്തിലെ ആരോഗ്യ മേഖലയെ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ ആൻഡ് പറഞ്ഞ ഒന്നുകൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പബ്ലിക് ഹെൽത്ത് ഡിസിഷൻസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സയന്റിഫിക് എവിഡൻസ് അനുസരിച്ചിട്ട് വേണം പബ്ലിക് ഹെൽത്ത് ഡിസിഷൻസ് രൂപീകരിക്കേണ്ടതും. ആൻഡ് ഇറ്റ് ഷുഡ് ബി എ ലോങ് ടേം ഗോൾസ് എന്നുള്ള കാര്യം ഓർക്കുക. റാദർ ദാൻ ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആയിരിക്കരുത് അവിടെ വരേണ്ടത്. അതൊരു ലോങ് ടേം ഗോൾ ആയിരിക്കണം. സയന്റിഫിക് എവിഡൻസിന്റെ ബേസിലായിരിക്കണം പബ്ലിക് ഹെൽത്ത് ഡിസിഷൻസ് കൃത്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് ദെൻ പബ്ലിക് ഹെൽത്ത് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ട്രീറ്റിംഗ് ഡിസീസസ്. ഇതെല്ലാം നമ്മൾ വായിച്ച് നോക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ചേർത്ത് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കുന്നതാണ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ട്രീറ്റിംഗ് ഡിസീസസ് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രിവെന്റിംഗ് ദം, റിക്വയറിംഗ് എക്സ്പെർട്ടൈസ് ഫ്രം വേരിയസ് ഫീൽഡ്സ് സച്ച് ആസ് എൻവയോൺമെന്റൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ക്ലൈമറ്റ് ചേഞ്ചിന് ഇതിനകത്ത് ഭാഗമുണ്ടെന്ന് പറഞ്ഞില്ലേ. സോ എൻവയോൺമെന്റൽ സയൻസിനകത്ത് വരുന്നുണ്ട്, സോഷ്യോളജി വരുന്നുണ്ട്, അർബൻ പ്ലാനിംഗ് ആൻഡ് എക്കണോമിക്സ്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് കൃത്യമായിട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് നമുക്ക് ജനങ്ങൾക്ക് എത്തിച്ചു നൽകാൻ സാധിക്കുന്നുള്ളൊരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കുക. അല്ലാണ്ട് റാദർ ദാൻ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഗോൾസ് മാത്രമാകരുത് എന്നുള്ള പോയിന്റിലേക്കാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിനെ ബേസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളതും. ഇനി ഈ ഒരു ആർട്ടിക്കിളിന് പുറത്തേക്ക് നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഈ ഡെങ്കു ഫീവറിന്, കാരണം ഇതിനകത്ത് കേസ് സ്റ്റഡി ആയിട്ട് ഡെങ്ക്യൂസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാരണം ആ ഡെങ്കുവിനെ കുറിച്ചുള്ള ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഡെങ്കു ഇസ് എ മോസ്കിറ്റോ ബോൺ ട്രോപ്പിക്കൽ ഡിസീസ് കോസ്ഡ് ബൈ ഡെങ്കു വൈറസ്. ഓക്കെ, അപ്പം ഡെങ്കു വൈറസ് മൂലം ഈ പറഞ്ഞ പോലെ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഒരു മോസ്കിറ്റോ ബോൺ ട്രോപ്പിക്കൽ ഡിസീസ് ആണ്. ട്രാൻസ്മിറ്റഡ് മെയിൻലി ബൈ സെവറൽ സ്പീഷീസ് ഓഫ് ഫീമെയിൽ മോസ്കിറ്റോ വിത്തിൻ ദ ജനസ് ഏഡിയസ്. ഓക്കെ, അതിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ പ്രിൻസിപ്പലി ഏഡിയസ് ഈജിപ്തി എന്നുള്ള ഫീമെയിൽ മോസ്കിറ്റോ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ആണ് ഈ പറഞ്ഞ പോലെ ഡെങ്കു ഫീവർ എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. ആൻഡ് ദിസ് മോസ്കിറ്റോ ഓൾസോ ട്രാൻസ്മിറ്റ് ചിക്കൻ ഗുനിയ. ഏഡിയസ് ഈജിപ്തി തന്നെയാണ് ചിക്കൻ ഗുനിയ, അതേപോലെ യെല്ലോ ഫീവർ, സീക്ക ഡിസീസ് ഒക്കെ തന്നെ സ്പ്രെഡ് ചെയ്യുന്ന പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഡയഗ്നോസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്
ചോദിക്കാറുണ്ട്. ഇതിന്റെ ഡയഗ്നോസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കാണാം. ഡയഗ്നോസിസ് ഓഫ് ഡെങ്കു ഇൻഫെക്ഷൻ ഇസ് ഡൺ വിത്തിൻ എ ബ്ലഡ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഡയഗ്നോസിസ് നടത്തുന്നത്. ആൻഡ് ദർ ഇസ് നോ സ്പെസിഫിക് മെഡിസിൻ ടു ട്രീറ്റ് ഡെങ്കു ഇൻഫെക്ഷൻ. അപ്പം ഡെങ്കു ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് മെഡിസിൻ ഇല്ല എന്നുള്ള പോയിന്റ് ഓർക്കാം. ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് ഇതിന്റെ വാക്സിൻ ഡെവലപ്മെന്റുകളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിലും ഒക്കെ തന്നെ ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വാക്സിൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഓരോരോ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ദെൻ സ്റ്റാറ്റസ് ഓഫ് ഡെങ്കു എന്ന് പറയുമ്പോഴേക്കും ഇൻസിഡൻസ് ഓഫ് ഡെങ്കു ഹാസ് ഗ്രോൺ ഡ്രാമാറ്റിക്കലി അറൌണ്ട് ദ വേൾഡ് ഇൻ റീസെന്റ് ഡെക്കേഡ്സ്. അപ്പം ഇങ്ങനെ പലപ്പോഴും സ്റ്റേറ്റ്മെന്റുകൾ കാണാറുണ്ട്. ഡെങ്കുവിന്റെ ഇൻസിഡൻസ് ഡ്രാമാറ്റിക്കലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ എക്സാമിന് കാണാം. ഇൻക്രീസിംഗ് ആണ്, കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇൻസിഡന്റ് ഓഫ് ഡെങ്കു ഹാസ് ഗ്രോൺ ഡ്രാമാറ്റിക്കലി അറൌണ്ട് ദ വേൾഡ് ഇൻ റീസെന്റ് ഡെക്കേഡ്സ് വിത്ത് എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് കേസസ് അണ്ടർ റിപ്പോർട്ടഡ്. അതിനകത്ത് പലതും അണ്ടർ റിപ്പോർട്ടഡ് ആണ്. എങ്കിൽ കൂടിയും നോക്കുവാണെങ്കിൽ ഡെങ്കുവിന്റെ കേസ് ലോകമെമ്പാടും ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് WHO സ്റ്റേറ്റ്മെന്റ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, എന്തായാലും ഇത്രയും പോയിന്റ് ആണ് ഇന്നത്തെ DNA നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്